الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا صدق الله العلي العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدرك ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, സ്നേഹനിധികളായ ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു തആല ഈ മഹാന്മാർക്കൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മെ സസന്തോഷം സുഖലോക സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മെ ദുഃഖത്തിലാഴ്ത്തി നമ്മെ വിട്ടുപിരിഞ്ഞ താജുൽ ഉലമ അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ തൊട്ടടുത്ത് വിശ്രമിക്കുന്ന കുണ്ടൂർ ഉസ്താദ്, അവിടുത്തെ മകൻ കുഞ്ഞു, അതേപോലെ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസി, അല്ലാഹു അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഷെയ്ഖുന AP ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കകം എത്തിച്ചേരും. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുവരെ അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രസംഗങ്ങളിലെല്ലാം ഈ സമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യം ഇവിടെ പ്രത്യേകമായി എല്ലാ പ്രസംഗങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ബനാത്ത് സ്ഥാപനത്തിന്റെ 20-ാം വാർഷികവും നമ്മുടെ SYSന്റെ 40-ാം വാർഷികവും ചേർന്നാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ അവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ കാര്യം പരസ്പരം ഉള്ള പ്രാർത്ഥനയിലെ പങ്കാളിത്തമാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നാം ഒരുമിച്ച് കൂട്ടി ചെയ്യുന്നതും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകാലോകങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, സംരക്ഷിച്ചു, പരിപാലിച്ചു. ഭൂമി അല്ലാഹുവിൻ്റേതാണ്, ആകാശം അല്ലാഹുവിൻ്റേതാണ്, വായു സംവിധാനിച്ചത് അല്ലാഹുവാണ്, വെള്ളം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടേത് എന്ന് ആധികാരികമായി പറയാവുന്ന ഒന്നും നമ്മുടെ കയ്യിലില്ല. എല്ലാം ഉടമസ്ഥനായ റബ്ബിന്റേത് മാത്രമാണ്. നാം അതിന്റെ ഒരു താൽക്കാലിക സൂക്ഷിപ്പുകാർ മാത്രമേ ഉള്ളൂ. എന്റേത് എന്ന് പറയാൻ പറ്റിയ ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ കൂട്ടാൻ നമ്മുടെ കയ്യിൽ വകുപ്പില്ല. നമ്മുടെ കാതിന്റെ കേൾവിശക്തി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ നമ്മുടെ കയ്യിൽ വകുപ്പില്ല. നമ്മുടെ ബുദ്ധിക്ക് ഇപ്പോൾ ഉള്ള സ്ഥിരത, അത് നഷ്ടപ്പെടുകയാണെങ്കിൽ പിടിച്ചു നിർത്താൻ നമ്മുടെ കയ്യിൽ വകുപ്പില്ല.
അങ്ങനെ നമ്മുടേത് എന്ന് അവകാശപ്പെടുന്ന ഏതും ഉടമസ്ഥൻ വേറെയാണ്, നാം ഒരു താൽക്കാലിക സൂക്ഷിപ്പുകാർ മാത്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മുഖം. ആ മുഖത്ത് മുളച്ചിരിക്കുന്ന താടി രോമങ്ങളുടെ നിറം നിശ്ചയിക്കാൻ നമ്മുടെ കയ്യിൽ കഴിവില്ല. അതുകൊണ്ടാണല്ലോ എന്റെ മുഖത്തുള്ള ഈ താടി രോമങ്ങളൊക്കെ ഇങ്ങനെ വെളുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇത്ര വെളുക്കാൻ മാത്രമൊന്നും എനിക്ക് പ്രായമല്ല. 1900 കുറെ ഇപ്പുറത്താണ് ഞാൻ ജനിച്ചത്. എത്ര ആളുകൾ അതിനു മുമ്പ് കഴിഞ്ഞുപോയി. അപ്പൊ പ്രായം കൊണ്ട് വളരെ ചെറുതാണ്. പക്ഷെ എന്തു ചെയ്യുന്നു, താടി രോമങ്ങൾ ഇങ്ങനെ വെളുത്തു വരാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ല, അനുഭവിക്കുക. അപ്പോ ഒരു രോമത്തിന്റെ നിറം നിശ്ചയിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് നമ്മൾ. അത്രയേ നമ്മുടെ കയ്യിൽ ഏത് സംഗതിയും ഉള്ളൂ. ഉടമസ്ഥനായ അല്ലാഹു ഉമ്മയുടെ ഗർഭാശയമാകുന്ന മിനി സ്വർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തിന് ഒരു കാലാകാല താമസത്തെ സ്വർഗത്തെപ്പറ്റി നാം പഠിക്കാൻ. ഞാൻ എന്റെ ഉമ്മമാർ സഹോദരിമാരോട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു റബ്ബി, സ്വർഗലോകം എന്താണ് അതിന്റെ ഒരു സൗന്ദര്യം, എന്താണ് അതിന്റെ ഒരു ആസ്വാദനം, എന്തൊരു പരിമളമാണ് സ്വർഗത്തിൻ്റെത്. സ്വർഗീയ കവാടത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഉഹദ് മലയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആ ഉഹദ് മലയുടെ താഴ്വരയിലെ പച്ച പരവതാനിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഒരു പുഴ ഇങ്ങനെ കളകളാരവം മുഴക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അതിലെ വെള്ളം പാലാണ്. പാലിനാലുള്ള പുഴയുടെ തീരത്ത് നിന്നുകൊണ്ട് അക്കരയ്ക്ക് നോക്കുമ്പോൾ മറ്റൊരു നദി ഒഴുകുകയാണ്. അതിൽ ഒഴുകുന്ന വെള്ളം തേനാണ്. അല്ലാഹു റബ്ബി, ആ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കുമ്പോൾ യാ റബ്ബ് സുബ്ഹാനല്ലാഹ്, നമ്മെ അല്ലാഹു സ്വർഗത്തിലെത്തിക്കുമാറാവട്ടെ. ഈ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ എത്ര പേരുണ്ട്? ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ 1,00,000 ആളുകൾ. 1,00,000 ആളുകൾ ഒന്നിച്ചങ്ങോട്ട് ചെന്നാൽ അവിടുത്തെ ഗേറ്റ് വിശാലമാണ്. ആ 1,00,000 ആളുകൾ ചെന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു പഴം പറിച്ചു. ആ പഴം വായിലിട്ട് നോക്കുമ്പോൾ യാ റബ്ബ്, എന്താണ് അതിന്റെ ഒരു രുചി. ആ രുചി ആസ്വദിച്ചിട്ട് ഞാൻ കുഞ്ഞലി പൈസയെ നോക്കി, അദ്ദേഹം തങ്ങളെ നോക്കി, അദ്ദേഹം ഇങ്ങോട്ട് നാസറാജിയെ നോക്കി. എന്താണ് സംഭവം? ഓരോരുത്തരും ഒരു മരത്തിന്റെ ഒരു ചില്ലിയിൽ നിന്ന് എടുത്തിരിക്കുന്ന പഴം ഓരോ ആളുകളും കഴിച്ചപ്പോൾ ഓരോരോ രുചി. സുബ്ഹാനല്ലാഹ്. ഒരു പഴം പറിച്ചു കഴിഞ്ഞാൽ ഇനി 6 മാസം കഴിഞ്ഞിട്ടല്ല രണ്ടാമത്തെ പഴം ഉണ്ടാകുന്നത്. നമ്മളെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകണമെങ്കിൽ കുറെ കാലം കാത്തു നിൽക്കണ്ടേ. ഒരു പഴം കൊണ്ട് പറിച്ചാൽ ഉടനെ തന്നെ രണ്ടാമത്തത് അവിടെ വന്നു. ഒരു മരത്തിന്റെ ഒരു ചില്ലിയിൽ ഒരു ചുള്ളിയിൽ നിന്ന് ഒരു പഴം പറിച്ചാൽ ആദ്യത്തതിന്റെ രുചിയല്ല രണ്ടാമത്തതിന്, രണ്ടാമത്തതിന്റെ രുചിയല്ല മൂന്നാമത്തതിന്, മൂന്നാമത്തതിന്റെ രുചിയല്ല നാലാമത്തതിന്. എന്തൊരു ലോകമാണ് സ്വർഗം. യാ റബ്ബ്, യാ റബ്ബ്. ആ സ്വർഗത്തെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ പടച്ചവനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അള്ളാഹു ഒരു മിനി സ്വർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ 10 മാസത്തോളം നമ്മൾ താമസിച്ചു. അതാണ് ഉമ്മയുടെ ഗർഭാശയം. ഉമ്മയുടെ ഗർഭാശയം ശരിക്കും പറഞ്ഞാൽ ഒരു മിനി സ്വർഗമായിരുന്നു, അല്ലേ? സ്വർഗത്തിൽ അല്ലാഹു തആല കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാളേതോ ഒരു ഉസ്താദ് വഅള് പറഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് പറഞ്ഞു, ഈ ഭാര്യയും ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലുണ്ടാകുക. അപ്പൊ ഒരു ചങ്ങായി ഓന്റെ ചുമലിലുള്ള മുണ്ടെടുത്ത് കാണുന്നു കുടഞ്ഞ് ആ ചുമലിൽ തന്നെ ഇട്ട്. അങ്ങനെ ഇവളെന്നെയാണ് അവിടെ ഉണ്ടാകാന്ന് വിചാരിച്ചാൽ അതിനെ ആലോചിക്കേണ്ടതാണല്ലോ എന്നുള്ള നിരക്ക്. അപ്പൊ മോലാര് പറഞ്ഞു, ഇവിടെ ഹൂറുല്യങ്ങൾക്ക് പുറമെ ഇവിടത്തെ പെണ്ണുങ്ങളും സ്വർഗത്തിലുണ്ടാകും, അപ്പൊ നമ്മളെ ഭാര്യമാര് അവിടെ സ്വർഗത്തിലുണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഒന്നും കൂടി എടുത്ത് കാണുന്നു കുടഞ്ഞിട്ട് ഈ ചുമലിലിട്ട്. അപ്പോഴാണ് മോലാര് ദ്വാർന്നത്, പടച്ചോനെ ഈ ഭാര്യയും ഭർത്താവിനെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അപ്പോൾ ഇയാൾ നീച്ചിട്ട് പറഞ്ഞു, ഓളന്നെയാണ് ഇഞ്ചപ്പ ഉണ്ടാകാന്ന് വെച്ചാൽ ഞാൻ അവൾക്ക് ഇല്ലട്ടോ. കാരണം എന്താ? ആചാര്യ രീതിയിലാണ് നമ്മൾ തമ്മിലുള്ള ഭാര്യ ഭർത്താവും കുടുംബവും ഒക്കെ ജീവിച്ചു പോണത്. ഇതല്ല സ്വർഗലോകം. സ്വർഗം കിട്ടണമെങ്കിൽ ഈ സ്വഭാവം ഉണ്ടായിട്ട് കാര്യമല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ അസൂയയില്ലാത്ത ലോകം, അവിടെ അഹന്തയില്ലാത്ത ലോകം, LDFും UDFും ഇല്ലാത്ത ലോകം, സുബ്ഹാനല്ലാഹ് അരിവാൾ ചുറ്റിക്കും കോണിയും ഇല്ലാത്ത ലോകം. അവിടെ അതുപോലത്തെ വേറെ ഒരു ചിഹ്നങ്ങളും ഇല്ലാത്ത ലോകം, അവിടെ ഒരു സ്ഥാനാർത്ഥി, വേറൊരു മത്സരം, ബാക്കിയുള്ളത് ഇതൊന്നുമില്ലാത്തൊരു ലോകം.
എങ്ങനെയായിരിക്കും ആ ലോകം? അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ യാ അല്ലാഹ്, ചോദിക്കാതെ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്ന ലോകം, ആഗ്രഹിച്ചത് കിട്ടുന്ന ലോകം, അതാണല്ലോ സ്വർഗലോകം. അതിന്റെ ഒരു ആലോചന ഇങ്ങനെ നടത്തി നോക്കുമ്പോൾ ഒരു 10 മാസം നമ്മൾ ഗർഭാശയത്തിൽ താമസിച്ചു. ഉമ്മയുടെ ഗർഭാശയത്തിൽ താമസിച്ചപ്പോൾ ആഗ്രഹിക്കാതെ കിട്ടുന്ന ലോകമാണ് ഉമ്മയുടെ ഗർഭാശയം, അല്ലേ? 2 കാഴ്ച ശക്തിയുള്ള കണ്ണ് എവിടെ നിന്ന് കിട്ടിയതാ? അത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കിട്ടി. എങ്ങനെ കിട്ടി? ആവശ്യപ്പെടാതെ. എങ്ങനെ കിട്ടി? ആഗ്രഹിക്കാതെ. ആഗ്രഹിക്കാതെ 2 കണ്ണ് അല്ലാഹു തആല നൽകിയപ്പോൾ എങ്ങനെയുള്ള കണ്ണാണ് നൽകിയത്? നമ്മുടെ കണ്ണിനെ പറ്റി നാം പഠിച്ചിട്ടുണ്ടോ? അല്ലാഹു റബ്ബി, ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ എവിടെ പോയി വിമാനം ഇറങ്ങിയാലും എയർപോർട്ടിൽ ഇറങ്ങി അങ്ങോട്ട് കസ്റ്റംസിലേക്ക് ചെല്ലുമ്പോൾ ഈ മൈക്രോഫോൺ വെച്ചിരിക്കുന്നത് പോലെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ ഒരു മൈക്രോ സെക്കൻഡ് നമ്മുടെ കണ്ണിങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്ക് ക്യാമറയിൽ അതിന്റെ ഫോട്ടോ പതിഞ്ഞു. ആ പതിഞ്ഞതോടുകൂടെ ലോകത്ത് ഏതൊക്കെ ജീവജാലങ്ങൾക്ക് കടലിലും കരയിലുമായി ലോകത്ത് ഏതൊക്കെ ജീവജാലങ്ങൾക്ക് കണ്ണുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ കണ്ണിനെ വേർതിരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ കണ്ണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ആ കണ്ണ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇടത്തെ കണ്ണാണോ വലത്തെ കണ്ണാണോ അതിൽ വേർതിരിച്ചു പറയും. ആർക്കെങ്കിലും ഒരാൾക്ക് കണ്ണിന് രോഗമുണ്ടായിട്ടോ അതല്ലെങ്കിൽ ഒരു തട്ടിപ്പിന് വേണ്ടിയോ അവന്റെ കണ്ണ് ഒഴിവാക്കിയിട്ട് ഒരു ആടിന്റെ കണ്ണവൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്യാമറ പറയും ഇത് മനുഷ്യന്റെ കണ്ണല്ല. മാത്രമല്ല, ഈ കണ്ണിലേക്ക് ഒറ്റ നോട്ടം നോക്കുന്നതോടുകൂടെ ലോകത്തെവിടെയെങ്കിലും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായി ലോകത്ത് നിലനിൽക്കുന്ന ഏകദേശം 200ഓളം വരുന്ന രാഷ്ട്രങ്ങളിലെ അവിടെ എവിടെയെങ്കിലും ഇവനെപ്പറ്റി എന്തെങ്കിലും ഒരു തസ്കരവീരൻ എന്ന കേസോ പിടികിട്ടാപ്പുള്ളി എന്ന കേസോ തീവ്രവാദി എന്ന കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കണ്ണ് മുഖേന അത് തിരിച്ചറിയാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചിരിക്കുന്ന ഈ കണ്ണ് ഇതൊരു അമൂല്യമായ നിധിയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയൊരു നിധി സ്വർഗലോകമാകുന്ന മിനി സ്വർഗമായ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് തന്നിരിക്കുന്ന റബ്ബാണ് പറയുന്നത് നിനക്കൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തെപ്പറ്റി മനസ്സിൽ വിചാരിച്ചോ, ആ സ്വർഗത്തെ ആഗ്രഹിച്ചോ, ആ സ്വർഗത്തിന് വേണ്ടി വിശ്വസിച്ചോ, ആ സ്വർഗത്തിന് വേണ്ടി ശരീരത്തോട് പോരാടിക്കോ, ആ സ്വർഗത്തിന് വേണ്ടി പിശാചിനെ മാറ്റി നിർത്തിക്കോ, ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചോ. ഏതാണ് സ്വർഗം? ചോദിക്കാതെ കിട്ടുന്ന സ്വർഗം. എന്താണ് സ്വർഗത്തിൽ കിട്ടുന്നത്? യാ റബ്ബ് യാ റബ്ബ്. ഉമ്മയുടെ ഗർഭാശയമാകുന്ന മിനി സ്വർഗത്തിൽ വെച്ച് കിട്ടിയ കണ്ണ്. 2 കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്നേഹിതൻ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലുണ്ട്. അദ്ദേഹത്തിന് വയസ്സ് ഏകദേശം 75 കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തെ. അദ്ദേഹം ഇപ്പോഴും ബസ് വന്നാൽ ഓടിക്കേറിയിട്ട് ആ ബസ്സിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ടിക്ക് 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 ഒരു സൗണ്ട് ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം പാടാൻ തുടങ്ങി. കണ്ണുകളാം ദൈവം നൽകിയ കനകവിളക്കുകളുള്ളവരെ കണ്ണില്ല പാപത്തെ കണ്ടില്ലെന്ന് നടിക്കരുതേ, ആശിച്ച് കൈകൾ നീട്ടി കാശികൾ വാങ്ങും വേഷം കെട്ടാൻ ആശയനീക്കില്ല ശേഷമേ ജീവിതം കഴിയണ്ടേ. എന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ചങ്ങായി പറഞ്ഞു നല്ല ട്യൂണാണ്. ഓ അതാ ആലോചിച്ചത്, ഇവന്റെ കണ്ണ് കാണാത്തതല്ല. സുബ്ഹാനല്ലാഹ്. അത് ഓൻ പാടിയപ്പോഴുള്ള അവസ്ഥയാണ്. എന്റെ പാട്ടുകൾ നോക്കണ്ട. അപ്പോ ഇരിക്കട്ടെ, എന്താണ് അദ്ദേഹം പറയുന്നത്? 10,000 ആളുകളെ കൂട്ടത്തിൽ ഒരാൾക്ക് കണ്ണില്ല. ആ കണ്ണില്ലാത്തവൻ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് അല്ലാഹു തആല കണ്ണ് തന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നിങ്ങൾ കുറെ ഗുണം ചെയ്തത് കൊണ്ടല്ല. എനിക്ക് കണ്ണ് തരാതിരുന്നത് ഞാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഒരു കുരുത്തക്കേട് കാണിച്ചത് കൊണ്ടല്ല. പിന്നെയോ നിങ്ങൾക്ക് ആരാണോ കണ്ണ് തന്നത് അവനാണ് എനിക്ക് തരാതിരുന്നത്. എന്തിന്? നിങ്ങളുടെ കണ്ണിന് എത്ര വിലയുണ്ട്, കണ്ണ് എത്ര അമൂല്യമായ നിധിയാണ്, കണ്ണിന്റെ വില എത്രയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ. അതിനാണ് നിങ്ങളെ മുമ്പിൽ എന്നെ അല്ലാഹു കണ്ണില്ലാതെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണുകളാം ദൈവം നൽകിയ കനകവിളക്കുകളുള്ളവരെ നിങ്ങൾക്ക് കണ്ണ് തന്നില്ലേ അല്ലാഹു തആല? ഇത് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ചോദിച്ചിട്ട് കിട്ടിയതാണോ? അല്ല. ചോദിക്കാതെ കണ്ണ് തന്ന റബ്ബ് മിനി സ്വർഗത്തെ പറ്റി നമ്മെ പഠിപ്പിക്കുകയാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. അതിലേക്ക് ആലോചിക്കൂ. നാം ഒന്നും ആഗ്രഹിക്കാതെ ആവശ്യപ്പെടാതെ അപേക്ഷ കൊടുക്കാതെ ഇത്രയും നല്ല കണ്ണ് അല്ലാഹു തആല തന്നു എങ്കിൽ യാ റബ്ബ് യാ റബ്ബ്. കണ്ണിന്
അല്പം താഴെയായി അള്ളാഹു തആല വെച്ചിരിക്കുന്ന നാവുണ്ട്. ആ നാവിന്റെ സ്ഥിതി എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ബിൻ ജബൽ തങ്ങളടക്കമുള്ള വലിയ വലിയ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, സ്വർഗം കിട്ടണമല്ലോ, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ കാണിച്ചത്? യാ റബ്ബ്, രണ്ട് വിരലുകളെ കൊണ്ട് നാവിങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് പിടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, ഈ സാധനത്തെ സൂക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? നിനക്ക് സ്വർഗം ഞാൻ എഴുതി തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇലക്ഷൻ നടക്കുകയാണ്. ഓരോ പാർട്ടിക്കും ആവശ്യമുള്ളത് ജയിക്കലാണ്. ഈ പ്രാവശ്യം നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ആർക്കാണോ ഭൂരിപക്ഷം അവർ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിരക്ക് നമ്മളൊന്നും പേടിക്കേണ്ടതില്ല. എന്നാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ കളവ് പറയാനോ ചതി ചെയ്യാനോ വഞ്ചന ചെയ്യാനോ ഇല്ലാത്തത് പറയാനോ ഉള്ളത് പർവ്വതീകരിച്ച് പറയാനോ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ധാരാളം യാ റബ്ബ് ചൂ എന്ന് പറയുമ്പോഴേക്ക് ചുണ്ടങ്ങ എന്നാകും. അതാണ് കാലഘട്ടം. ഇലക്ഷന്റെ ആ മുഹൂർത്തത്തിലേക്ക് അങ്ങോട്ട് പോകുന്തോറും ഓ പ്രിയപ്പെട്ടവരെ, ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ നാവ് നീ സൂക്ഷിച്ചോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അല്ലാഹു തആല നാവ് നൽകിയപ്പോൾ ആ നാവ് എത്ര വിലപ്പെട്ടതാണ്. നിങ്ങൾ ചോദിച്ചിരുന്നോ നാവ് വേണമെന്ന്? നമ്മളാരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ നാവ് വേണമെന്ന്? ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. നാവ് വേണമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. ആ നാവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് കിട്ടിയിരിക്കുന്ന നാവിന്റെ ആ നാവ് അള്ളാഹു നമുക്ക് ഓശാരമായി തന്നു. അതിന്റെ വില എത്രയാണ് ഒരു നാവിന്റെ വില? ഈ ഭൂമിയും അതിലുള്ള സർവ്വ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് നാവ് ലഭിക്കുമോ? ഹാശാ വകല്ലാ, നമുക്ക് ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി മൻ യഗ്മൻ ലീ മാ ബൈന ലഹ്യൈ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ആരാണ് നിങ്ങൾ നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകുന്നവൻ? ഈ നാവ് പ്രിയപ്പെട്ട മുഅ്മിനെ ശരീരത്തിന്റെ ഒരു പ്രധാനമന്ത്രിയാണ് നാവ്. എ.പി. ഉസ്താദാണ് വരുന്നതെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഞാൻ കാണുമല്ലോ, അല്ലേ? ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്, എന്താ ഉസ്താദ് വരുന്നു, അപ്പൊ നിങ്ങൾക്കൊക്കെ തെറ്റുന്നൊരു ചെല്ലി എഴുന്നേൽക്കാൻ. നമ്മളൊക്കെ റെഡിയായിട്ട് നിൽക്കല്ലേ. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണം, അള്ളാഹു ഇസ്സത്ത് കൊടുക്കണം. അപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും കാണും. അപ്പൊ ഇവിടെ തൊലാൽ ബദർ നടക്കും, എല്ലാം നടക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. അള്ളാഹു തആല ഉസ്താദിന് ഇസ്സത്ത് കൊടുക്കുമാറാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ നാവ്, ആ നാവിന്റെ വില എത്രയാണ്? ശരീരത്തിലെ പ്രധാനമന്ത്രിയാണ് നാവ്. ആ പ്രധാനമന്ത്രിയായ നാവിൽ നിന്ന് ഒരു കലിമത്ത് അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന്റെ വില കണക്കാക്കുന്നവൻ അല്ലാഹുവാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്.
عندما جئتم إلينا أيها الضيف الحضور أتانا عندما جئتم إلينا أيها الضيف الحضور സ്നേഹത്തിൻ ശീലുകളിൽ മധുഗീതം പാടിടാം, സന്തോഷത്താളുകൾ നിറയെ സ്വാഗതമോദിടാം, സൗരഭ്യ സുരഭില സൗഹൃദഹാരം ചാർത്തിടാം, ചന്തമിൽ സ്നേഹദളങ്ങളിൽ എഴുതിയ സ്വാഗതഗാനം പാടിടാം. നൂറഹീബുക്കും നൂറഹീബുക്കും نرحبكم لرحاب لنا نغني لكم من قلوب لنا. സ്നേഹത്തിൻ ശീലുകളിൽ മധുഗീതം പാടിടാം, സന്തോഷത്താളുകൾ നിറയെ സ്വാഗതമോദിടാം, സൗന്ദര്യ സുരഭില സൗഹൃദഹാരം ചാർത്തിടാം, ചന്തം സ്നേഹദളങ്ങളിൽ എഴുതിയ സ്വാഗതഗാനം പാടിടാം. നൂറഹീബുക്കും 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 ലിരിഹാബിൻ ലനാ നുഹന്നി ലക്കും മിൻ ഖുലൂബിൻ ലനാ. സ്നേഹത്തിൻ കുളിർ തെന്നൽ വീശും തെന്നലയെന്നൊരു പൂന്തോപ്പ്, സൗഹാർദ്ദത്തിൻ പൂക്കൾ വിടരും ഈ നാടല്ലോ മലർക്കാവ്. സ്നേഹത്തിൻ കുളിർ തെന്നൽ വീശും തെന്നലയെന്നൊരു പൂന്തോപ്പ്, സൗഹാർദ്ദത്തിൻ പൂക്കൾ വിടരും ഈ നാടല്ലോ മലർക്കാവ്. മൗലത്തവീല ശൈഖുന കുണ്ടൂർ സാന്നിധ്യത്തിൻ നിറശോഭ, അതിനാൽ എങ്കി വിളങ്ങിടുമെന്നും ഈ മണ്ണിൽ സ്നേഹജിരാത സുബ. മൗലത്തവീല ശൈഖുന കുണ്ടൂർ സാന്നിധ്യത്തിൻ നിറശോഭ, അതിനാൽ എങ്കി വിളങ്ങിടുമെന്നും ഈ മണ്ണിൽ സ്നേഹജിരാത സഭ. നൂറഹീബുക്കും 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 ലിരിഹാബിൻ ലനാ നുഗന്നി ലക്കും മിൻ ഖുലൂബിൻ ലനാ. സ്നേഹത്തിൻ ശീലുകളിൽ
മധുഗീതം പാടിടാം, സന്തോഷത്താളുകൾ നിറയെ സ്വാഗതമോദിടാം. അറിവിൻ മഴവിൽ വർണ്ണം തീർത്തൊരു വിശ്രുത പണ്ഡിത തേജസ്, ശൈഖുന ഖമറുൽ ഉലമയിലോതാം സ്നേഹത്തിൻ നിറജ്യോതിസ്. അറിവിൻ മഴവിൽ വർണ്ണം തീർത്തൊരു വിശ്രുത പണ്ഡിത തേജസ്, ഖമറുൽ ഉലമയിലേതാം ഞങ്ങൾ സ്നേഹത്തിൻ നിറജ്യോതിസ്. വേദിയലങ്കൃതമാക്കിയ സാദാ തുക്കൾക്കകിലം സ്വാഗതമേ, വിജ്ഞാനത്തിൻ നിറവാം പണ്ഡിത പൂങ്കവരിൽ സൗഗന്ധികമേ. നൂറഹീബുക്കും 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 ലിരിഹാബില്ലനാ നുഗന്നിലക്കും മിൻ ഖുലൂബില്ലനാ. സ്നേഹത്തിൻ ശീലുകളിൽ മധുഗീതം പാടിടാം, സന്തോഷത്താളുകൾ നിറയെ സ്വാഗതമോദിടാം. സൗരഭ്യ സുരഭില സൗഹൃദാരം ചാർത്തിടാം, ചന്തമിൽ സ്നേഹതടങ്ങളിൽ എഴുതിയ സ്വാഗതഗാനം പാടിടാം. നൂറഹീബുക്കും 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 ലിരിഹാബില്ലനാ നുഗന്നിലക്കും മിൻ ഖുലൂബില്ലനാ. നൂറഹീബുക്കും 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 ലിരിഹാബില്ലനാ നുഗന്നിലക്കും മിൻ ഖുലൂബില്ലനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഊറ്റമ്പാറയുടെ വയലിൽ ഒരു അതിർത്തിയിലെത്താൻ ഉസ്താദ് സമ്മാനം തന്നിട്ടുണ്ട്. അല്ലാതെ നീട്ടാതെ ഉസ്താദ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ക്ഷീണിതനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഊറ്റമ്പാറയുടെ വയലിൽ തുടരുകയാണ്. ശൈഖുനാവറുകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് എത്തിയാ പിന്നെ നമ്മളെങ്ങനെ പറഞ്ഞാലും അതിന് വയലാവൂരല്ലോ. ഉസ്താദിന് സമ്മതം തന്നതുകൊണ്ട് 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഉമ്മയുടെ ഗർഭാശയമാകുന്ന മിനി സ്വർഗത്തിൽ വെച്ച് നാം ഒരു അപേക്ഷ സമർപ്പിക്കാതെ, നാം ആഗ്രഹിക്കാതെ, നാം എന്തെങ്കിലും ചെയ്യാതെ ഓശാരമായി നമുക്ക് അല്ലാഹു തആല കണ്ണ് തന്നു, കാത് തന്നു, നാവ് തന്നു. ഇതിന്റെയൊക്കെ വില എത്രയാണ്? ഇടയ്ക്കിടയ്ക്ക് അത് അമൂല്യമായ നിധിയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ 10,000 കൂട്ടത്തിൽ ഒരാൾ കണ്ണില്ലാത്തയാൾ എന്തിന് നമ്മുടെ കണ്ണിന്റെ വില അറിയാം. 10,000 കാണുമ്പോൾ ഒന്ന് സംസാരശേഷിയില്ലാത്ത ആൾ എന്തിന് നമുക്ക് തന്ന സംസാരശേഷിയുടെ വില അറിയാം. നാവ് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നാവ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ശരീരം ഇങ്ങോട്ട് കാല് മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊരു വലിയ സാമ്രാജ്യമാണ്, ഒരു വലിയ സാമ്രാജ്യം. അതിന്റെ തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേകം ഒരു ഭവൻ, പ്രധാനമന്ത്രി ഭവൻ തര. അല്ലാഹ്, അതിൽ പ്രധാനമന്ത്രിക്ക് വിശ്രമിക്കാൻ പ്രത്യേകം ഒരു റൂം. ആ റൂമിന്റെ മുകൾ ഭാഗത്ത് 2 കണ്ണ്, 2 ചെവി പ്രധാനമന്ത്രിക്ക് കാവലായി. എന്നിട്ട് ചുറ്റുഭാഗത്ത് നോക്ക് നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, നാവികസേന, കരസേന, വ്യോമസേന, അങ്ങനെ ഓരോ സേനാ അംഗങ്ങളെയും വേറെ വേറെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമന്ത്രിയുടെ ചുറ്റുഭാഗത്ത്. എന്നിട്ട് ആ പ്രധാനമന്ത്രി ഇത്രയും സുരക്ഷിതമായി താമസിക്കുമ്പോ അതിന് പുറമെ നല്ല ഒരു ഗേറ്റ് ഉണ്ടോ? ആ ഗേറ്റിന്റെ പുറമെ നമുക്ക് നല്ലൊരു കമ്പിവേലി. ഇത്രയും വിശാലമായ സൗകര്യത്തിൽ നാമാകുന്ന പ്രധാനമന്ത്രിയെ പാർപ്പിച്ചിട്ടുണ്ട്. എന്തിന്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. സൂക്ഷിച്ചോ, ഇതുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അത് അപകടമാണെങ്കിൽ അതിന്റെ ഗൗരവം, അതല്ല അത് ഗുണമാണെങ്കിൽ അതിന്റെ സുഖം. അത് ഓർത്തുകൊണ്ട് നാവ് ശരീരത്തിന് വല്ലാത്തൊരു സംരക്ഷകനാണ്. അതാണല്ലോ
നാവിൽ അള്ളാഹു തആല വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. നമ്മുടെ നാവ് ശരീരത്തിന് പ്രധാനമന്ത്രി തന്നെയാണ്, കാവൽക്കാരനാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നാവ് പറയുന്നു നിൽക്കട്ടെ, ചൂട് കൂടുതലാണ്. അത് താഴെ വെച്ചുകൊണ്ട് വേറൊന്നെടുത്തപ്പോൾ നാവ് പറയുന്നു നിൽക്കട്ടെ, തണുപ്പ് കൂടുതലാണ്. അതെടുത്ത് വേറൊന്നെടുത്തപ്പോൾ നിൽക്കട്ടെ, കൈപ്പിരിക്ക് കൂടുതലാണ്. അതെടുത്ത് വേറൊന്നെടുത്തപ്പോൾ നിൽക്കട്ടെ, അതിന് മധുരം കൂടുതലാണ്. പണ്ട് നമ്മുടെ കൂൾ ബാറിലൊക്കെ കയറിയാൽ ഒരു തരം ജ്യൂസേ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോ എല്ലാ തരം കൂട്ടിയിട്ട് ഒരു ജ്യൂസ് ഉണ്ട്, മഹ്റൂത്തി. അതെല്ലാം കൂടി കൂട്ടി അടിച്ചിട്ട് നമ്മൾ ആ ജ്യൂസ് പപ്പായ, മുന്തിരി എല്ലാം കൂട്ടിയാൽ അത് നമ്മുടെ നാവിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഒരു തുള്ളി നാവിന്റെ തലപ്പത്ത് വീഴുമ്പോഴേക്ക് നാവ് വിളിച്ചു പറയും മാങ്ങ പഴയതാണ്. നാവിലേക്ക് തട്ടുമ്പോഴേക്ക് നാവ് പറയും മുന്തിരി പഴയതാണ്. അപ്പൊ എന്താണ് ശാസ്ത്രം പറയുന്നത്? കണ്ടെത്തിയ വിവരം വെച്ചിട്ട് ശാസ്ത്രം പറയുന്നു ഒരു മൈക്രോ സെക്കൻഡിൽ 3000 രുചികളെ കുറിച്ച് ശരീരത്തിന് വിവരം കൊടുക്കാൻ നാവിന്റെ തലപ്പത്ത് സംവിധാനമുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. എത്രയാണ് നാവിന്റെ വില? ഈ അമൂല്യമായ നാവ് അല്ലാഹു തആല നമുക്ക് നൽകിയത് മിനി സ്വർഗമായ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചാണ്. ഇത് തരാൻ കെൽപ്പുള്ള റബ്ബ് നിനക്കൊരു സ്വർഗം പടച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ, ആ സ്വർഗത്തിലെത്താൻ കൊതിക്കുന്നവരെ, നിങ്ങളുടെ വിലയേറിയ വോട്ട് നമ്മൾ പറയുന്നില്ലേ, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം, നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്ന് പറഞ്ഞാൽ അത് AP സുന്നിയുള്ള വോട്ടാണ്. കാരണം അതങ്ങനെ വെറുതെ കിട്ടുന്ന സംഗതിയല്ല. അത് നല്ല പോലെ ആലോചിച്ച്, നല്ല പോലെ ചിന്തിച്ച്, നല്ല പോലെ അതിനെപ്പറ്റി പഠിച്ച്, ഒരു നേതൃത്വത്തെ ശരിക്കും സ്വീകരിച്ച് ആ റൂട്ടിലൂടെ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു വോട്ടാണ്. അത് അങ്ങോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച ഫലം മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഇനിയും കാണും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാർ, വിലയേറിയത്. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഒരു വാക്കിന്റെ വില ആരാണ്? നാവ് തന്ന റബ്ബാണ് കണക്കാക്കുന്നത്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. നാവ് കൊണ്ട് പറയാൻ വളരെ നിസാരം, മീസാൻ എന്ന തുലാസിൽ ബഹുഭാരം. എന്താണ് ആ ഹദീത്തിന്റെ ആശയാർത്ഥം? യാ റബ്ബ്, നാവ് കൊണ്ട് അല്ലാഹ് എന്ന് പറയാൻ വളരെ നിസാരം, അത് മീസാൻ എന്ന തുലാസിൽ വെക്കുമ്പോൾ ബഹുഭാരം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ട് പാർട്ടികൾ മത്സരിച്ചു, ചൂടേറിയ മത്സരം. LDF-കാരൻ വിചാരിക്കുന്നു ഞാൻ ജയിക്കണം, UDF-കാരൻ വിചാരിക്കുന്നു ഞാൻ ജയിക്കണം, സ്വതന്ത്ര സ്ഥാനാർത്ഥി വിചാരിക്കുന്നു ഞാൻ ജയിക്കണം. തോൽക്കാൻ ആരും മത്സരിക്കാറില്ല, എല്ലാവരും ജയിക്കാനാണ്. അങ്ങനെ വോട്ട് എണ്ണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ രണ്ട് പാർട്ടിയിലെ ആൾക്കാരും വോട്ടെണ്ണലിൽ ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കാണ്, പടക്കം പൊട്ടിക്കാനും മറ്റൊരുക്കത്തിനൊക്കെ. എണ്ണിങ്ങോണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകളെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അപ്പൊ അറിയാം നമുക്ക് ആരാണ് ജയിക്കുന്നത്. സ്വാഭാവികമാണല്ലോ. എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയിക്കുന്ന വോട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ മുഖം ഇങ്ങനെ മധുരധാരങ്ങ പോലെ, തോൽക്കാൻ പോകുന്ന ആള് ലോറി കുടുങ്ങിയ പാട്ടവരുണ്ടാവും. അപ്പോ സ്വാഭാവികമായിട്ടും ആ വ്യത്യാസം നമുക്ക് നോക്കിയാൽ കാണും. ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഞ്ചായത്ത് എണ്ണിയപ്പോൾ LDF-ന്, ഈ പഞ്ചായത്ത് എണ്ണിയപ്പോൾ UDF-ന്, അത് എണ്ണിയപ്പോ ഇങ്ങനെ എണ്ണി അവസാനം ഇനി ആ പോസ്റ്റൽ വോട്ട് മാത്രമേ എണ്ണാനുള്ളൂ. ഇപ്പൊ ഒക്കെ ഡ്രോ ആയി നിൽക്കാണ്, ആർക്കും ഭൂരിപക്ഷമില്ല. അവസാനം ഒരു പെട്ടി പൊളിക്കാനുണ്ട്, അതിലുള്ള 20 വോട്ട്. ആ 20 വോട്ടിന്റെ വിലയേറിയ വോട്ട്. അത് ആദ്യത്തെ 10 എണ്ണി 5 ഇയാൾക്ക് 5 ഇയാൾക്ക്. ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി 10 വിലയേറിയ വോട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിലയേറിയ വോട്ട് 10 വോട്ട്. ആ 10 എണ്ണുമ്പോൾ ആർക്കാണ് 6 കിട്ടിയത്, ആർക്കാണ് 4 കിട്ടിയത്? ഇവിടെയാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സമ്മതിദാനാവകാശം അത് രേഖപ്പെടുത്തുമ്പോൾ ആലോചിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം, അത് നല്ല പോലെ ശ്രദ്ധിക്കണം, ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നാളെ മഹ്ശർ വൻസഭയിലും വരാൻ പോവുകയാണ്. മീസാൻ എന്ന തുലാസിൽ വെക്കുകയാണ്. നമ്മുടെ 17ാമത്തെ വയസ്സ് തൂക്കി, അപ്പോ തുലാസ് താഴോട്ട്, 18 തൂക്കി മേലോട്ട്, 19 തൂക്കി, 20 തൂക്കി. എത്ര വയസ്സായി നമ്മൾ ജീവിക്കുന്നു? എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്? 70ാമത്തെ വയസ്സിൽ മരണപ്പെട്ടപ്പോൾ ഈ 70 വർഷത്തതും മീസാനിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്ഥാനാർത്ഥികൾ കണ്ടില്ലേ,
ഒരു വോട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ നമ്മെ സമീപിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനെ, ഇതേപോലെ നാളെ മഹ്ശർ വൻസഭയിൽ ലോകത്തെ കോടാനക്കോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് മീസാൻ എന്ന തുലാസിൽ വെക്കാൻ ഒരു ഹസനത്ത് കിട്ടിയാൽ നമ്മൾ ജയിക്കും. ഒരൊറ്റ ഹസനത്ത് കിട്ടിയാൽ നമ്മൾ ജയിക്കും. അങ്ങനെയാണ് മീസാൻ എന്ന തുലാസ് നിൽക്കുന്നത്. ആ സമയത്ത് മഹ്ശർ മുറ്റത്ത് ഒരുങ്ങിയിട്ട് മഹ്ശർ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഉമ്മയോട് എനിക്കൊരു സുബ്ഹാനല്ലാഹ് തരുമോ ഉമ്മ, എനിക്കൊരു അൽഹംദുലില്ലാ തരുമോ വാപ്പാ എന്ന് ഉമ്മയോട് ചോദിച്ചാൽ, വാപ്പയോട് ചോദിച്ചാൽ, മറ്റാരോട് ചോദിച്ചാലും അവിടെ നമുക്ക് ആരും തരികയില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബേജാറാണ്. ഓ പ്രിയപ്പെട്ടവരെ, അതിന്റെ വില അറിയുന്നവൻ അല്ലാഹു ആകുന്ന ഉടമസ്ഥനാണ്. അവനാണ് നാവ് നൽകിയത്, അവനാണ് കണ്ണ് നൽകിയത്, അവനാണ് നമുക്ക് സൗകര്യം ചെയ്തു തന്നത്. ആ സൗകര്യത്തിനനുസരിച്ച് അതിന് മൂല്യനിർണയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിർണയിച്ച മൂല്യത്തിനനുസരിച്ചല്ല നമ്മളെ നാവ് ചലിച്ചാൽ തീർച്ചയായും പ്രിയപ്പെട്ട മുഅ്മിനെ നാം അനുഭവിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ഖബറിൽ വെച്ച് ഒരാൾ കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് ബേജാറായി. ബഹുമാനപ്പെട്ടവർ യാത്ര തുടർന്നു. മനസ്സിൽ ഇങ്ങനെ വല്ലാത്ത പ്രയാസം. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ബഹുമാനപ്പെട്ടവർ അതേ ഖബറിന്റെ അടുത്ത് തിരിച്ചെത്തി. അപ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ആളെ അവസ്ഥ ആകെ മാറിയിട്ടുണ്ട്. അയാൾ നല്ല സുഖത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, എന്താണ് ഇയാൾക്ക് വന്ന ഈ മാറ്റം? ഇത്ര പെട്ടെന്ന് ഇയാളെ ഖബറിൽ ഈ മാറ്റം വരാൻ എന്താണ് കാരണം? ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു, ഈസാ, ഈ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ പെണ്ണ് പ്രസവിച്ചു. വിധവയായ ആ ഉമ്മ യതീമായ കുട്ടിക്ക് 5-6 വയസ്സ് പ്രായമായപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയി ഒരു മുഅല്ലിമിന്റെ അടുക്കൽ ഓതാനേൽപ്പിച്ചു. ആ മുഅല്ലിമ് ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ് ഓതിക്കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹു, കരുണക്കടലായ അല്ലാഹു, ദയാലുവായ അല്ലാഹു, വാത്സല്യനിധിയായ അല്ലാഹു. ഇതിങ്ങനെ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന ഭൂമുഖത്ത് നിന്നുകൊണ്ട് ഇതിങ്ങനെ ഓതുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ കുട്ടി ഭൂമിയുടെ മുകൾ ഭാഗത്ത് വെച്ചുകൊണ്ട് കരുണാവാരിധിയായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ് എന്നിങ്ങനെ ബിസ്മില്ലാഹി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാപ്പയെ ഈ ഖബറിൽ വെച്ച് ശിക്ഷിക്കുക എന്നത് എന്റെ റഹ്മത്തിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാപ്പ് കിട്ടിയത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ശൈഖുന AP ഉസ്താദ് നമുക്ക് പാഠമാക്കി പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് നിലനിർത്തി തന്നത് വളർന്നു വരുന്ന തലമുറക്ക് വിശുദ്ധ ഖുർആൻ, അതിന്റെ ഹദീസുകൾ, അതിന്റെ കർമ്മശാസ്ത്രങ്ങൾ, കർമ്മശാസ്ത്ര നിധാന ശാസ്ത്രങ്ങൾ അഥവാ ദീനിയായ ഉലൂമ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആവശ്യകതയാണ് നമ്മെ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തിയത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഈ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് ചെയ്തത്, വിശേഷിച്ച് കേരളത്തിൽ ചെയ്തത് വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിന്റെ ഭാഗമായി ഈ തെന്നലയിലെ നാട്ടുകാരായ 50-ലധികം മുത്തഅല്ലിമീങ്ങൾ ഇവിടെ നിന്ന് പഠനം നടത്തുന്നു. ആ കുട്ടികൾക്ക് ഇന്ന് സ്കോളർഷിപ്പ് നൽകി, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ നൽകി, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു ഇവിടെ സ്ഥാപനത്തിൽ. ഇതിനെല്ലാം നമുക്ക് ഉമ്മയായി നിന്നത് മർക്കസാണ്. ഇതിനൊക്കെ വാപ്പയായി നിന്നത് AP ഉസ്താദാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലുടനീളം ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്തേ നാളെ നമ്മൾ ഖബറാകുന്ന വീട്ടിൽ കിടക്കുമ്പോൾ നമുക്കൊരു തണൽ ലഭിക്കേണ്ടയോ? ഇവിടെ നാം ഓർക്കണം, സൂഫിയാക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ആ വക ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ആലിമോ ഒരു സയ്യിദോ ഒരു നാട്ടിൽ വരുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ആളുകളെക്കാൾ സന്തോഷിക്കുന്നത് ഖബറിൽ മറവിട്ട് കിടക്കുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട ഗുരു ശൈഖുന AP ഉസ്താദ്, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ, ഈ സാദാത്യങ്ങളൊക്കെ തെന്നലയിൽ വന്നപ്പോൾ ഇവിടെ കാണുന്ന ഈ സന്തോഷമില്ലേ, ഇതിന് 100 ഇരട്ടിയാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഖബറാളികൾക്കുള്ള സന്തോഷം. അവർക്കാണ് കൂടുതൽ സന്തോഷമുള്ളത്. നമ്മുടെ
പുഞ്ചിരി തൽക്കാലം തീരും. ഖബറാളികൾക്കത് തീരുന്നില്ല. ആ ആലിമിനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷ ലഘൂകരിക്കുകയോ അവർക്ക് ശിക്ഷ മാറ്റിവെക്കുകയോ ചെയ്യുക വരെ ചെയ്യുമെന്ന് സൂഫിയാക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലിമീങ്ങൾക്കൊപ്പം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. മഹാനായ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ കാലത്താണ് ഇവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. അതിന്റെ ശേഷം